Cooperatives as economic organization. കോപ്പറേറ്റീവ്സ് ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അവ നിലവിലുള്ള മറ്റ് എക്കണോമിക് ഓർഗനൈസേഷൻസ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇവയായിട്ട് എന്തൊക്കെ വ്യത്യാസമുണ്ട്, എത്രത്തോളം സാമ്യതകളുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ വൈഡസ്റ്റ് സെൻസ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഇതൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്, എന്റർപ്രൈസ് ആണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് വൺ ഓഫ് ദി ഏജൻസ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളിപ്പോൾ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ്, ഓർഗനൈസേഷനാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞോളൂ. എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നിങ്ങൾ മനസ്സിൽ പറയാ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അഗെയിൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 റിസോഴ്സസ് ഒരുമിച്ച് കൂട്ടുന്ന പ്രവർത്തനമാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. ഈ ലേബർ എന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്നത് തന്നെ ഓർഗനൈസേഷനും ആവശ്യമുള്ള റിസോഴ്സ് ആണ്. ഓർഗനൈസിങ്ങിന് വേണ്ടിയുള്ള ലേബർ ഉണ്ട്. ആ ലേബർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്, ഫ്രം ലേബറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത്, ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത് അത് ലേബറിൽ നിന്ന് വ്യത്യസ്തമാണ്. ലേബർ ഹ്യൂമൻ ഫാക്ടർ തന്നെയാണെങ്കിൽ കൂടി അത് നമ്മളൊരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് തന്നെ എണ്ണുന്നത്. തന്നെ നമുക്ക് ഓരോ ഫാക്ടർ എടുത്ത് നോക്കാം. എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ? എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു? ബ്രിങ്ങിങ് ടുഗദർ, ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു ബോഡി, ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഒരു ബോഡിയെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്ന് വിളിക്കാം. Enterprise consists of conceiving the idea, initiating the work of production, coordinating the factors of production, rewarding them, and finally undertaking the risk arising out of the business. Enterprise എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയ കൺസീവ് ചെയ്യുന്ന മുതൽ ഇനീഷ്യേറ്റ് ചെയ്ത് വർക്ക് ഓഫ് പ്രൊഡക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന, ദെൻ കോർഡിനേറ്റിംഗ് ചെയ്യുന്ന, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്നവർക്ക്, അതിനൊക്കെ റിവാർഡ് ചെയ്യുന്ന, അതിനുവേണ്ട പ്രതിഫലം നൽകുന്ന പ്രവർത്തനം, ഫൈനലി അണ്ടർടേക്കിംഗ് റിസ്ക് ഏറ്റെടുക്കുന്ന പ്രവർത്തനം. ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? എന്റർപ്രണേഴ്സ് എന്ന് വിളിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ എന്റർപ്രണേഴ്സ് വിളിക്കും. ഒരു കാലത്ത് ഓൾഡൻ ടൈംസിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓൾഡൻ ഡേയ്സ് സിംഗിൾ പേഴ്സൺ സപ്ലൈഡ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു. അത് മാറി ഒരു സിംഗിൾ പേഴ്സൺ, അതായത് ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ളത് മാറി ഇന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? സ്കാറ്റേർഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം വൺ അനദർ ആണ്. One person has only land to offer, another person can supply labor, and third person has the capital but has no time to work on it. A fourth person has neither land nor labor but possesses organizational ability. നമ്മൾ പറഞ്ഞിട്ടുള്ള 4 ഫാക്ടർ പറയുന്നുണ്ട്. ലാൻഡുള്ള ആൾ ലാൻഡ് കൊടുക്കുന്നു, ലേബർ ഉള്ള ആൾ ലേബർ കൊടുക്കുന്നു, നൈദർ ലാൻഡ് ലേബർ ഇല്ലാത്ത ആൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ഉണ്ട് പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാനും കഴിയില്ല. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ എബിലിറ്റി എന്ത് ചെയ്യുന്നു? നൽകുന്നു. അതായത് എന്റർപ്രണർ ആകുന്നു. അയാൾ എന്റർപ്രണർ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ചെയ്യുന്ന പ്രവർത്തനം എന്റർപ്രൈസ് എന്ന് പറയുന്നു. അതിനെയാണ് എന്റർപ്രൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത് മോഡേൺ ടൈംസിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഓർഗനൈസേഷൻ? വാട്ട് ഈസ് എന്റർപ്രൈസ്? എന്റർപ്രൈസ് മീൻസ് എന്താണ്? ഓർഗനൈസേഷൻ is enterprise bringing the factors of production together
ഹാർമണൈസിങ് ദം ഇൻ ദി വർക്ക് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന് ഏത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതിൽ മോഡേൺ ടൈംസിൽ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുന്നത്? മോഡേൺ ടൈംസിൽ ഇവയ്ക്കൊക്കെ ഓരോ സെപ്പറേറ്റ് പേഴ്സൺ ആണ്, ഇത് സ്കാറ്റേർഡ് ആണെന്ന് പറയുക. അതേസമയം ഓൾഡൻ ഡേയ്സിൽ ഇതെന്തല്ല, സ്കാറ്റേർഡ് അല്ല, ഒരു ഒറ്റ ആളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥിതിയായിരുന്നു. ഇനി എന്താണ് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷനും അതർ ബിസിനസ് ഫേംസും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഹോൾ മാനേജ്മെന്റ് എന്നുള്ളത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? മോട്ടോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? രണ്ടിന്റെയും ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, അതിന് റൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? ദെൻ അതിന്റെ പെർപ്പച്വൽ സക്സഷൻ എന്ന ഫീച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രം ബാധകമാണോ, അതല്ല സോപ്പറേറ്റീവ്ഷിപ്പിന് ബാധകമാണോ അല്ലേ എന്ന് നോക്കാം. ലാബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം എന്തൊക്കെയാണ്, ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ. അതേപോലെ തന്നെ ഡിസൊല്യൂഷന്റെ കേസ് എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇവ നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് പറയാം. The whole management is controlled by a single individual who invests the capital. ആരാണോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത ആള്, അയാൾക്ക് മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനുള്ളത്. അല്ലാതെ അവിടെ മറ്റൊരാൾക്ക് അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. അയാൾക്ക് മാത്രമേ അതിന്റെ പോളിസി ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കാര്യത്തിൽ സോൾ പ്രൊപ്രൈറ്റർക്ക് മാത്രമേ എന്ത് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ, ആ സ്ഥാപനത്തിന്റെ എന്ത് പ്രവർത്തനത്തിനും അതിന്റെ ഒരു പോളിസി തീരുമാനിക്കുന്നതിനും പ്രവർത്തനം ഡിസൈഡ് ചെയ്യുന്നതിനും അതിന്റെ എല്ലാ A-to-Z കാര്യങ്ങളെ ഹോൾ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും, അയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അത്തരത്തിലൊരു സെൻട്രലൈസ്ഡ് പവർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആർക്കും തന്നെ ഇല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ അതൊരു ഡയറക്ടർ ബോർഡിൽ ബന്ധിതമായിരിക്കും. ജസ്റ്റിസ് വിത്ത് ഡയറക്ടർ ബോർഡിനാണ് അത് ഇത്തരത്തിലുള്ള അധികാരമുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് ബേസ്റ്റേഴ്സ് വിത്ത് ദി ഡയറക്ടർ ബോർഡ് ഹു ആർ ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സിനാൽ ഇലക്ട് ചെയ്യപ്പെടുന്ന ഡയറക്ടർ ബോർഡിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റിനുള്ള അധികാരം. They are accountable about the affairs of the society to the members. മെമ്പേഴ്സിനോട് അക്കൗണ്ടബിൾ ആണ് അവരോരോരുത്തരും. അതേപോലെ തന്നെ there is no centralized power as in the sole trade പോലെ ആർക്കും സെൻട്രലൈസ്ഡ് പവർ ഇല്ല. ദെൻ നമ്മൾ പറയുന്നു മാനേജ്മെന്റ് എന്നുള്ളത് വെസ്റ്റേഴ്സ് വിത്ത് ഡയറക്ടർ ബോർഡ്, അവിടെ ആർക്കും തന്നെ എന്തില്ല, അധികാരം ഇല്ല. ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എന്താണ്, അപ്രോപ്രിയേറ്റ് ചെയ്യും. ലോസ് ഷെയർ ചെയ്യാൻ പറ്റില്ല. ലോസ് ആര് തന്നെ വഹിക്കുന്നു, ലോസ് അതിന്റെ സോൾ പ്രൊപ്രൈറ്റർ തന്നെ എന്ത് ചെയ്യുന്നു, വഹിക്കുന്നു. അത് ഒറ്റക്ക് തന്നെ വഹിക്കേണ്ട ഒരു അവസ്ഥയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇൻ ദി കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. Now profit and loss are shared by the all members. എല്ലാ മെമ്പേഴ്സിന്റെ ഇടയിൽ ഷെയർ ചെയ്യാൻ സാധിക്കും പ്രോഫിറ്റ് ലോസ് എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത.
അതിന് പ്രോഫിറ്റ് ലോസ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. മറ്റേത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് ആര് മാത്രം ചെയ്യുന്നു, സോൾ പ്രൊപ്പറേറ്റർക്ക് മാത്രം സാധിക്കുന്നു. അതേസമയം ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതിലെല്ലാ മെമ്പേഴ്സിന്റെ ഇടയിൽ അത് ഷെയർ ചെയ്യാൻ സാധിക്കും. Then the only motto is attainment of personal gain. എന്താ മോട്ടോ പറയുന്നത്, പേഴ്സണൽ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് അറ്റൈൻമെന്റ് മാത്രമാണ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ മെയിൻ മോട്ടോ, ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നാൽ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മോട്ടോ എന്തല്ല, ഇസ് നോട്ട് ദി അറ്റൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് അല്ല, ബട്ട് റെൻഡറിങ് സർവീസ് ടു സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആൻഡ് ദ ഹോൾ കമ്മ്യൂണിറ്റി. റെൻഡറിങ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദി കമ്മ്യൂണിറ്റിക്കും മെമ്പേഴ്സിനും സർവീസ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടോ. അതാണ് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞത്. ഹോൾ മാനേജ്മെന്റ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ പറഞ്ഞു. മൂന്നാമത്തേതായിട്ട് പറയുന്നത് മോട്ടോനെ പറ്റിയാണ്. രണ്ടിനും മോട്ടോ ഡിഫറെന്റ് ആണെന്നാണ്. ഒന്നിന്റെ മോട്ടോ പ്രോഫിറ്റ് ഗെയിൻ ആണെങ്കിൽ, അറ്റൈൻമെന്റ് ആണെങ്കിൽ, മറ്റേത് പ്രോഫിറ്റ് അറ്റൈൻമെന്റ് അല്ല, റെൻഡറിങ് സർവീസ് ആണെന്നുള്ളതാണ്. അതിന് ഏതൊരു സ്ഥാപനത്തിൽ നിന്നും അതിന് വ്യത്യസ്തപ്പെട്ടിട്ട് കിടക്കുന്നത്. അതേ സർവീസ് മോട്ടോ എന്നുള്ളതാണ് ഏതൊരു സ്ഥാപനമായിട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഒരു മേന്മ എന്ന് പറയാം. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഡിഫറൻസ് നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. കനോട്ട് റൈസ് ക്യാപിറ്റൽ ബൈ ഷെയർസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾ ട്രേഡർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും തന്നെ കനോട്ട് ബി ഇൻക്രീസ്ഡ് കൺസിഡറബിളി. അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് സോൾ ട്രേഡർക്ക് ഷെയർ പിരിച്ചുകൊണ്ട് ഷെയർ ഇഷ്യൂടെ ഒന്നും തന്നെ ക്യാപിറ്റൽ റൈസ് ചെയ്യാനൊന്നും ആർക്ക് സാധിക്കില്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സാധിക്കില്ല. എന്നാൽ ക്യാപിറ്റൽ ക്യാൻ ബി റൈസ്ഡ് ബൈ വേ ഓഫ് ഇഷ്യൂയിങ് ഷെയർസ്. കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് കൺസിഡറബിളി. ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ 4 പോയിന്റ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഹോൾ മാനേജ്മെന്റ്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ, മോട്ടോ, ദെൻ റൈസിങ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സാധിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. ദെൻ നമ്മൾ 4 പോയിന്റ് പറഞ്ഞു. ഹോൾ മാനേജ്മെന്റ്, ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ദെൻ മോട്ടോ, ദെൻ സോൾ ട്രേഡറിന്റെ റൈസിങ് ക്യാപിറ്റൽ, ദെൻ മറ്റൊരു ഫീച്ചറാണ് പെർപെച്വൽ സക്സഷൻ എന്നുള്ളത്. നമ്മൾ പല സ്ഥാപനങ്ങൾ എടുത്ത് പോയിക്കഴിഞ്ഞാൽ അവയ്ക്ക് പെർപെച്വൽ സക്സഷൻ ഉണ്ടോ, അതായത് സ്ഥാപനം വ്യക്തികൾ പോയി കഴിഞ്ഞാൽ സ്ഥാപനം നിലനിൽക്കുന്ന ഒരവസ്ഥ, അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് സ്ഥാപനം നോട്ട് ഹാവിങ് പെർപെച്വൽ സക്സഷൻ ഇല്ല എന്ന് പറയാം. അതായത് സോൾ ട്രേഡ് കൺസേൺ ഒരിക്കലും തന്നെ പെർപെച്വൽ സക്സഷൻ ഉള്ള ഒരു സ്ഥാപനമല്ല. The trader can close the business at any time. It has not legal entity devoid of the individuals. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പെർപെച്വൽ സക്സഷൻ ഇല്ല എന്ന് പറയാം. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തുണ്ട്, പെർപെച്വൽ സക്സഷൻ, ഹാവിങ് പെർപെച്വൽ സക്സഷൻ ഇൻ ഇറ്റ്സ് നെയിം. ഇറ്റ് ഈസ് ഹാവിങ് എ ലീഗൽ എൻറ്റിറ്റി ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. അതിന്റെ മെമ്പേഴ്സിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലീഗൽ ആൻറ്റിറ്റി ആണത്. സെപ്പറേറ്റ് ലീഗൽ ആൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ പെർപെച്വൽ സക്സഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ നോ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെയും ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് അത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഉള്ള ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അവയ്ക്ക് ചില സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഉണ്ട്. ഗവൺമെന്റ് പല തരത്തിലുള്ള പ്രിവിലേജസും നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രിവിലേജസ് ആർക്ക് ലഭിക്കില്ല, ഒരു സോൾ ട്രേഡർക്ക് ലഭിക്കില്ല.
ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്നുണ്ട്, ചില ഇളവുകൾ നൽകുന്നുണ്ട്. ഇത്തരം ഇളവുകളൊന്നും തന്നെ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ബാധകമല്ല. അതുകൊണ്ട് നോ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ആർ conferred upon sole tradership. സോൾ ട്രേഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വിധത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസും ഇല്ല. നമ്മൾ പറഞ്ഞു ഹോൾ മാനേജ്മെന്റ്, ദെൻ പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ, മോട്ടോ പറഞ്ഞു, ദെൻ അടുത്തത് റേസിംഗ് ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു, പെർപ്പച്വൽ സക്സഷൻ പറഞ്ഞു, ദെൻ നാലാമത്തെ സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയുക. ദെൻ ഇനി അടുത്തതായിട്ട് ലാബിലിറ്റിയുടെ കാര്യം ഡിസ്കസ് ചെയ്യാം. എന്താണ് ലാബിലിറ്റി? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ലാബിലിറ്റിയുടെ പ്രത്യേകത എന്താണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്നാൽ ഒരു പാർട്ണർഷിപ്പിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. അതിന്റെ മെമ്പേഴ്സിൽ ലിമിറ്റഡ് ആയിരിക്കും. മെമ്പേഴ്സിന്റെ ഷെയർസിനനുസരിച്ചുള്ള വാല്യൂസിനനുസരിച്ചാണ് ലിമിറ്റഡ് ഉദ്ദേശിക്കുന്നത്. എത്ര ഷെയർസ് സെൽഡ് ചെയ്തിട്ടുണ്ടോ ആ നമ്പർ ഓഫ് ഷെയർസിനനുസരിച്ചുള്ള വാല്യൂസിന് മാത്രമേ ലാബിലിറ്റി ഉള്ളൂ. ആ ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറലി ലിമിറ്റഡ് ആണ്. ഇഫ് ദി മെമ്പേഴ്സ് അഡാപ്റ്റ് അൺലിമിറ്റഡ് ലാബിലിറ്റി അഡാപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ the members are jointly and individually liable to discharge debt. അഡാപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇൻഡിവിജ്വലിയും എന്താണ് ജോയിന്റ്ലിയും ലാബിൾ ആണ് ഡെറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്നാൽ സോൾ ട്രേഡർ അൺലിമിറ്റഡ് ആണ് ഫോർ ഡിസ്ചാർജ് ഓഫ് ദി ഡെറ്റ്സ് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സ്ഥാപനമാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. Then any last point പറയാണ്, in the case of ഡിസൊല്യൂഷന്റെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ entire surplus goes to the sole trader. ഡിസൊല്യൂഷൻ നടത്തുമ്പോൾ entire surplus goes to the sole trader. സോൾ ട്രേഡർക്കാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ എല്ലാ സർപ്ലസും പോകുക. എന്നാൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള the fund of the cooperative is indivisible among members. അത് മെമ്പേഴ്സിനിടയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഈവൻ ഇഫ് ദർ ഈസ് എനി സർപ്ലസ്, എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ തന്നെയും after discharging liabilities at the time of dissolution, the members are not entitled to get any share or surplus. ഒരു തരത്തിലുള്ള സർപ്ലസും മെമ്പേഴ്സിന് ലഭിക്കാൻ സാധ്യതയില്ല. Even if there is any surplus ഉണ്ടെങ്കിൽ തന്നെയും members are not entitled to get any share or surplus. മെമ്പേഴ്സ് ഒരിക്കലും തന്നെ ഷെയർ ലഭിക്കാനുള്ള അർഹതയില്ല. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു ഹോൾ മാനേജ്മെന്റ് എന്നുള്ള പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു എന്താണ് റേസിംഗ് ക്യാപിറ്റൽ പറഞ്ഞു. ദെൻ നാലാമത്തെ പോയിന്റ് പറഞ്ഞു പെർപ്പച്വൽ സക്സഷൻ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു സർവീസ് മോട്ടോ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് പറഞ്ഞു റേസിംഗ് ഷെയർ ക്യാപിറ്റൽ. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞു നമ്മൾ പെർപ്പച്വൽ സക്സഷന്. ആറാമത്തെ പോയിന്റ് പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ്. ഏഴാമത്തെ പോയിന്റ് പറഞ്ഞു ലിമിറ്റഡ് ലാബിലിറ്റി ഓർ അൺലിമിറ്റഡ് ലാബിലിറ്റി. ദെൻ ഏഴാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എട്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു dissolution of entire surplus. Dissolution entire surplus. In case of dissolution, entire surplus goes. Dissolution and surplus. എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഹോൾ മാനേജ്മെന്റ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ. മൂന്നാമത്തത് പറഞ്ഞത്
മോട്ടോ സർവീസ് ആണോ പ്രോഫിറ്റ് ആണോ. നാലാമത്തത് റൈസിങ് ക്യാപിറ്റൽ പോസിബിൾ ആണോ അല്ലേ. അഞ്ചാമത്തത് പെർപ്പച്വൽ സക്സഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആറാമത്തത് സം സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ. ദെൻ in case of dissolution entire surplus goes to the sole trader, and dissolution case surplus goes to the sole trader.